ഗൈസ്, എല്ലാവർക്കും അപ്പോൾ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം എൻ്റെ അടുത്തും വലുത്തും രണ്ട് പൂക്കികളാണ് നിൽക്കുന്നത്. പൂക്കോടുമാട സ്കൂളിലത്തെ പൂക്കിപ്പറമ്പത്തെ പൂക്കികളാണ് എൻ്റെ കൂടെ ഉള്ളത്. ഒന്ന് സൗദും ഒന്ന് സിദിനും. എങ്ങനെ ഉണ്ടായിരുന്നു? നോമ്പറൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? കിടില. ആട്ട എങ്ങനെയുണ്ട്? ചേട്ടാ, ഒരു അടിക്കാത്ത ചായ. എന്താ കടിക്കാത്ത ചായയോ? അടിക്കാത്ത ചായ. എന്താ അടിച്ച ചായ നിന്നെ പിടിച്ച് കടിച്ചോ? ചുമ്മാ ഇതൊക്കെ ഒരു രസല്ലേ. നീ പേയ്മെന്റ് കൊടുത്തിട്ട് വാ, ഞാനിപ്പോ വരാം. ഞാൻ പേ ചെയ്തിട്ട് വരാം. മോന്റെ പേയ്മെന്റ് ചേച്ചി കൊടുക്കട്ടെ? കൊടുക്കാന്ന് വേണ്ട വേണ്ട. ചെറിയൊരു ആക്സിഡന്റ് പറ്റിയിരുന്നു. വേറൊന്നും പറ്റിയില്ലല്ലോ. പട്ട ഉറിയ ചാടിയതാ. ആണോ? പട്ടിക്ക് ചേച്ചി അത്ര പരിചയമില്ലാതെ തോന്നുന്നു. ഹെൽമെറ്റ് വെച്ചോണ്ട് തലയ്ക്ക് കാര്യമൊന്നും പറ്റിയില്ല തോന്നുന്നു. അങ്ങനെ വരാൻ വഴിയില്ലല്ലോ. തനിക്ക് കാര്യമായിട്ട് എന്തോ പറ്റിയിട്ടുണ്ട്. അല്ലെങ്കിൽ ഈ ചേച്ചി ഇങ്ങനെയല്ലല്ലോ. എന്നിട്ട് ഒന്നിച്ചേ പറഞ്ഞു നാക്കൊന്ന് പൊളിക്കുന്നുണ്ട്. ഇത് ഇവിടെ ഉണ്ടായിരുന്നു. എന്നിട്ടാണ് അത്ര നേരമായിട്ടൊന്നും പ്രവർത്തിക്കാത്തത്. പെങ്ങളെ, നമുക്കറിയാം കല്യാണം കഴിഞ്ഞ നമ്മളോട് വരാൻ ബുദ്ധിമുട്ടായിരിക്കുന്നു. അവിടെ നമ്മൾ ഇങ്ങോട്ട് വന്നത്. സാധാരണ ഹസ്ബൻഡിന്റെ ഫ്രണ്ട്സ് വരുമ്പോ ക്യാരറ്റ് ഹൽവയാണ് കഴിക്കാൻ കൊടുക്കാറ്. ക്യാരറ്റ് ഹൽവയാ, മട്ടനാ ചിക്കനാ എന്താന്ന് വെച്ചാ ആവട്ടെ. കൂൾ ഡ്രിങ്ക്സ്. കച്ചവടം തുടങ്ങി. നീ പോയി ഡ്രിങ്ക്സ് എടുത്തിട്ട് പെങ്ങൾ അവിടെ നില്ല്, പറയട്ടെ. നിനക്ക് ഓർമ്മയില്ല എളിയാ? ഓർമ്മയില്ല. ഹലോ. ഞരമ്പിന്റെ മോൻ തന്നെ. കുടുംബശ്രീയിലെ 12 പെണ്ണുങ്ങളെ നോക്കി പീഡിപ്പിച്ചെന്നാണ് ആ പരാതി ഗംഗാധരനെതിരെ. പുള്ളി അവിടെ അടുത്തുണ്ട്. അല്ല സാർ, നോക്കിയൊക്കെ എങ്ങനെയാ സാർ പീഡിപ്പിക്കുന്നത്? അത് തന്നെയാണ് ഇപ്പൊ ഡിപ്പാർട്ട്മെന്റും തലകുത്തി ആലോചിച്ചോണ്ടിരിക്കുന്നത്. നോക്കിയപ്പോ തന്നെ ഇങ്ങനെ അങ്ങനെ ഉരിയാടിയാലുള്ള അവസ്ഥ. എന്തായാലും ആ മഹാനെ ഒരുക്കി നിർത്തിയരാ. നമ്മള് വെള്ളി വിലങ്ങുമായിട്ട് വൈകിട്ട് അങ്ങോട്ട് വരാം. സാർ, എന്നെ കണ്ടിട്ട് പൊട്ടനായിട്ട് തോന്നുന്നുണ്ടോ? സത്യം പറഞ്ഞാൽ വിഷമാവൂ. ഇനി എന്റെ ഭാര്യ പോകുന്നിടത്തുമില്ലാന്നറിയ കണ്ട. എന്തിനാട്ടോ കുഞ്ചാക്കോവന്റെ ശരീരം വെച്ച് ഭീമരഘുവിനെ പോലെ പെരുമാറുന്നു? ലാസ്റ്റ് വാണിങ്, കുഞ്ചാക്കോ പോകും പോയിന്ന് പറഞ്ഞേക്ക്. ചാക്കോച്ച ചായ കുടിച്ചിട്ട് പോവാ. നാറയ്ക്ക് കലക്കി കൊറ. പിന്നെ 50 കോടിയുടെ ബിസിനസ് ഡീലല്ലേ ഞാൻ അവിടെ നടത്തിയത്? സത്യത്തിൽ എന്നെ ആ കുട്ടി വശീകരിക്കാൻ നോക്കി. എനിക്കൊന്നും അറിയില്ല. ദേ, കൊച്ചു വഴിയെടുത്തും വലിയ വഴിയെടുത്തും ഒരു കാര്യം പറഞ്ഞേക്കാം. ഇപ്പൊ 31ാമത്തെ ആളാ വീട്ടിൽ കയറി വന്ന് 2ന്റെ കോഴിത്തരം വിളമ്പുന്നത്. ഉപ്പിന്റെ കുറവുണ്ട്. 5 മിനിറ്റ് കഴിഞ്ഞ ആൾക്ക് നോക്കുന്നതായി. പെട്ടെന്ന് മുച്ചിപ്പേ. ഈ വരുന്ന അഖില കേരള ഫുട്ബോൾ ടീമുകളുടെ ടീം ഇറങ്ങിയിട്ടുണ്ടോ? ഫിഫ മഞ്ചേരി, അൽമദീന ചെർപ്പളശ്ശേരി, ബ്ലൂ സ്റ്റാർ അരിഞ്ഞി മങ്ങാട്, 3 ടീമുണ്ട് കേട്ടോ. അല്ല, നിങ്ങളാരും കല്യാണം ഒന്നും കഴിക്കുന്നില്ലേ? അവനോ പെട്ട്. ഇനി നമ്മളും കൂടെ പെടണമെന്നാണോ കുഞ്ഞി പെങ്ങള് പറയുന്നേ? അടുത്ത വിത്ത്. ഇയാള് മസാജിന് വെപ്പം കൊടുത്തല്ലേ? അതൊരു 10,000 രൂപ. അതൊക്കെ വലിയ ചെലവാണ്. കേറുന്നതിന് മുമ്പ് കോഷൻ ഡെപ്പോസിറ്റ് ആയിട്ട് 50,000 രൂപ അവർക്ക് കൊടുത്തേ. അത് നിങ്ങൾ തിരിച്ച് മേടിക്കാൻ എന്ത്? പിന്നെ ഡൊണേഷൻ ഡെപ്പോസിറ്റ് ഇട്ട് സ്കൂളിലല്ലേ ചേർത്തത്. ആ നിക്കറിട്ട് അവനെ തിരിച്ചിറക്കിയത് തന്നെ വലിയ കാര്യം. ഇതിപ്പോ ഒരു ഇന്റർനാഷണൽ ട്രിപ്പ് പോയിരുന്നല്ലേ ഈ പൈസക്ക്? അപ്പോഴേ പറഞ്ഞാണ് 10,000 രൂപയ്ക്ക് പട്ടായ പോകുന്നത്. പട്ടാമ്പി പോകാൻ 10,000 രൂപ പോടാകള്ള. അല്ല, അപ്പം പാസ്പോർട്ടൊക്കെ വേണ്ടേ? ഇന്റർനാഷണൽ ട്രിപ്പ് പോയപ്പോ എയർപോർട്ടിൽ ആധാറിന്റെ കോപ്പി മതി. അയ്യോ, ഞാൻ ആധാർ പുതുക്കിയില്ല.
ദിവസം എന്ന് പറഞ്ഞേ നമ്മൾ ചെന്ന ദിവസം ഞായറാഴ്ച 8 കുപ്പി. 6 റുപ്യല്ലേ? അയ്യോ 6 അടിച്ചിട്ടൊന്നും ആയില്ലളിയാ. അങ്ങനെ ആയതായി. അയ്യ അങ്ങനെ 4 ദിവസം 32 കുപ്പി. അല്ല ലിവർ കിഡ്നിയൊക്കെ ഉണ്ടോ നോക്കിയത്. പിന്നെ ഇവൻ വെള്ളം അടിച്ചൊരു കാറ്റാട് സ്കൂട്ടർ എടുത്തോണ്ട് ഹൈവേ പെറ്റി 15,000. 5000 ഇല്ലേ? 5000 ആയിരുന്നു. ഗോവ എസ് ഐ നിന്റെ വല്യച്ഛനാന്ന് പറഞ്ഞ് പോലീസ് സ്റ്റേഷനിൽ പോയി കഴപ്പ് കാണിച്ചപ്പോ പോയി ഒരു 10,000. മദ്യം വിഷമാണ്. പബ്ബിൽ കയറിയിട്ട് ഒരു പെണ്ണിന്റെ കവള തുമ്മ കൊടുത്ത് അത് ഒതുക്കാൻ കൊടുത്ത് 30,000 രൂപ. അതെന്റെ പഴയ കാമുകി ജാനകിയുടെ അതേ മുഖച്ചായിരുന്നു. പാലക്കാടുള്ള ജാനകി എങ്ങനെടാ ഫിലിപ്പീനിയായത്? അപ്പൊ ഈ ചെറിയ ഗോവൻ ട്രിപ്പിന്റെ മൊത്ത ചെലവ് വന്നേക്കുന്നത് 3,27,300 രൂപ. അതെങ്ങനെ 60,000 രൂപയല്ല എന്നാ ബഡ്ജറ്റ്? അത് ഇട്ടത് ഇത് കയ്യിൽ നിന്ന് പോയത്. എനിക്ക് നല്ല സംശയമുണ്ട് കമ്മീഷൻ അടിക്കാനാണോ? പിന്നെ കമ്മീഷൻ അടിക്കാൻ നിന്നെയൊക്കെ ചോണപ്പരിപാടി ഇല്ലേ ഞാൻ നടത്തിയത്? 4 ദിവസം നിന്നെയൊക്കെ തീറ്റിപ്പറ്റിയ കാശാണിത്. ഇപ്പൊ ഒരു പെങ്ങളുണ്ടായിരുന്നു കെട്ടിച്ചുവിടായിരുന്നല്ലോ ഈ പൈസക്ക്. ഞാൻ എന്റെ കുടുക്ക പൊട്ടിച്ചിട്ടാണ് ഈ ട്രിപ്പിന് വന്നത്. എന്നാ ഇനി നിന്റെ അച്ഛന്റെ കുടുക്ക ഒട്ടിക്കും അങ്ങേരെ അടുത്ത് വെച്ച് കഴിഞ്ഞാൽ അങ്ങേരെ എന്റെ കുടുക്ക അടിച്ച് പൊട്ടിക്കും. എന്ന് പറഞ്ഞ എങ്ങനെയാണ്? ഞാൻ റോൾ ചെയ്ത കാശാണ്. EMI ഓപ്ഷൻ അവൈലബിൾ ആണോ? പത്താം ക്ലാസ് വരെ നമ്മുടെ ജീവിതം എങ്ങനെയായിരുന്നു? അത് കഴിഞ്ഞ് +2 അതിമനോഹരം. പിന്നെ എറണാകുളത്ത് വന്ന് കോളേജ് അഡ്മിഷൻ എടുത്തപ്പോഴോ അതമ്പതിച്ച്. എല്ലാത്തിനും കാരണം ഈ ഡാഡിയസ് മോൻ ഒറ്റ ഒരുത്തനാ. എന്താണ് മച്ചാനെ അങ്ങനെ ഒരു സംസാരം? പച്ച മലയാളത്തിൽ പറയണം. മച്ചാനെ പച്ചക്കാണ്. ഇതെടുത്ത് ഞാൻ അണ്ണാക്കി കേട്ടും പറടാ. ദിനേശെ കളിക്കല്ലേ, വേനിക്കും സ്ലാങ് മാറിയെന്നല്ലേ ഉള്ളു, ലാംഗ്വേജ് ഒന്നല്ലേ. കഴിഞ്ഞ വർഷം തീരാറായപ്പോ നീ എന്തോടാ പറഞ്ഞു? പോയിട്ട് അടുത്ത വർഷം കാണാന്നല്ലേ. ആ സ്പീക്കറിൽ നിന്നാടാ. അല്ല എറണാകുളത്തോട്ട് കെട്ടുപൊട്ടിച്ചങ്ങ് പറക്കാന്ന്. എന്ത് രാത്രി നമ്മൾ മറൈൻ പോയി ചായ കുടിച്ചിരിക്കാറില്ലേ? അവിടെ പോയി കൊതുകടിയുള്ളതിന്റെ പേര് അച്ചില്ലേ. ബ്രോ ബൈക്കിന്റെ ചാവി ഒന്ന് വരും. റംസാനെ വെളുപ്പിന് 4 മണിക്ക് എവിടെ പോകുന്നു? പള്ളിയിൽ ബാങ്ക് കൊടുക്കാൻ പോകുന്നു. നമ്മുടെ കൊച്ചു വെയിറ്റിംഗ് ആണ്, കാണാൻ പോവാനാണ്. ആ ടേബിളിന്റെ അവിടെ ഇരിപ്പുണ്ട്. രാവിലെ ഉറക്കോ രാത്രി കറക്കോ? നാട്ടിൽ നിന്ന് വന്നതിന് ശേഷം ഇത് അമേരിക്കയുടെ നൈറ്റ് ലൈഫ് എൻജോയ് ചെയ്യാത്ത തന്ത്രമാണ്. മച്ചാനെ പേപ്പർ ഉണ്ടാ? മനോരമയെ മാതൃഭൂമി. അജേഷിന്റെ റൂമല്ലേ? അജേഷിന്റെ റൂം അപ്പുറത്തടാ. പോടാ, പുക മാറ്റി നോക്ക്. പോടാ. അജേഷ് പേപ്പറിന്ന് വെച്ചപ്പോ മനോരമ. എടാ നീ അജേഷിന്റെ റൂമിൽ എത്തിയില്ലടാ. അപ്പൊ അജേഷ് ഏത് റൂമില്ലേ? ബാത്റൂമില്. പോടാ. ഓ നീ പൊളിമൂടല്ല അല്ലേ ബ്രോ? ഏത് മൂഡ്? വെഞ്ഞാറ് മൂട്. പോടാ. ഞാൻ പോകുന്നു. ബൈ ബൈ.